വിദേശ MBBS പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് MBBS പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് FMG എക്സാം എഴുതാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികൾക്കും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്ന കണ്ടീഷൻസ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. നമ്മളവിടെ പോയി പഠിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല. അവിടുത്തെ ഡിഗ്രി എലിജിബിൾ അല്ല. അത്തരത്തിലുള്ള ഒരുപാട് കൊറീസ് നമ്മളിന്ന് കേൾക്കുന്നുണ്ട് അല്ലേ. സോ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയും അത് കൂടാണ്ട് ക്വാളിറ്റി അഷുറൻസ് വരുത്താനും വേണ്ടിയിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2021 FMGL റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ഗസറ്റ് കൊണ്ടുവരുന്നത്. സോ FMGL റെഗുലേഷൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ വരികയും വിദേശ MBBS പഠനം രക്ഷകനാണോ അന്തകനാണോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തത്. സോ 2021 FMGL റെഗുലേഷൻ വന്നതിന് ശേഷം വിദേശത്തുള്ള ഒരുപാട് ഇന്ത്യൻ എംബസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും പാരൻസും ഈവൻ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസും അത് കൂടാണ്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന FMGL റെഗുലേഷൻ പലരും പ്രോപ്പർലി നോക്കാത്തതോ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സോ FMGL റെഗുലേഷനകത്ത് ഗ്രാൻഡ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന 4ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു 4ാമത്തെ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വിദേശത്ത് പോയിട്ട് MBBS പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു 4ാമത്തെ പോയിന്റിനകത്ത് ABCD അങ്ങനെ 4 മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എയിൽ ടോട്ടലായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കണ്ടീഷൻസും ദെൻ BCD എന്ന് പറയുന്നത് ഓരോ കണ്ടീഷൻസും വെച്ചിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. സോ ഇതിനകത്ത് A എന്ന് പറയുന്ന പോർഷൻ, അതായത് നമ്മുടെ FMGL ഗസറ്റിലെ 4ാമത്തെ പോയിന്റിനകത്തുള്ള A എന്ന് പറയുന്ന പോർഷനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും നമ്മൾ പഠിക്കുന്ന കൺട്രി എന്തൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം എന്നതാണ് A എന്ന് പറയുന്ന പോയിന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് നമുക്ക് ആ കൺട്രിയിൽ നിന്ന് എന്ത് ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ സിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എയും ബിയും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഡിയിൽ എങ്ങനെ വേണം നമ്മൾ ഇവിടുത്തെ എക്സാമിനേഷൻ പാസ്സാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കി കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും 100% നമുക്ക് തീരും. സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയിൽ 1 പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗസറ്റ് ഇറക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് ഒരു വിദ്യാർത്ഥി MBBS പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രോപ്പറായിട്ടുള്ള അറിവും അല്ലെങ്കിൽ ഇന്ത്യയിലെ MBBSന്റെ കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണ്, ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് ആ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം എന്നൊരു കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വിദേശത്ത് പോയിട്ട് ഒരു വിദ്യാർത്ഥി MBBS പഠിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ MBBSന്റെ ഡ്യൂറേഷൻ മിനിമം 54 മാസം ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. സെയിം ഡ്യൂറേഷനാണ് ഇന്ത്യയിലുള്ളത്, അതായത് 4.5 years ആണ്. സോ അതുപോലെ നമ്മൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം 4.5 years ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് തിങ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ കോഴ്സ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ്. സോ അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് പോയിട്ട് ഇംഗ്ലീഷിൽ തന്നെ കോഴ്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് നിങ്ങളുടെ ഡിഗ്രി പഠിപ്പിക്കുന്നത് എങ്കിൽ നമ്മുടെ ഡിഗ്രി ഒരിക്കലും വാലിഡ് ആവാനായിട്ട് പോകുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ വേണം നമ്മൾ ഡിഗ്രി പഠിച്ചിരിക്കാൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിലാണോ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അറിയാനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക, WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അത് കൂടാണ്ട് അതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനും ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനും നോക്കി അത് കൂടാണ്ട് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷനും നോക്കി അത് ഇംഗ്ലീഷ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പ്രശ്നം കഴിഞ്ഞു. ആദ്യത്തെ 2 കണ്ടീഷൻസ് എന്തായി, ഓക്കെ ആയി. ദെൻ നെക്സ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ സെയിം ഫോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, 12 മാസം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അത് കൂടാണ്ട് പിന്നെ എന്ത് പറയുന്നുണ്ട്, ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസറ്റിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അത് കൂടാണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ കൺട്രിയിൽ പഠിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഓൾറെഡി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ
അവരുടെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ദെൻ പ്രോബ്ലം ഈ സോർട്ട് ഔട്ട് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രശ്നം, മൂന്നാമത്തെ കണ്ടീഷനിലുള്ള ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ FMGL റെഗുലേഷനിലെ ഷെഡ്യൂൾ 1 കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത്രയും സബ്ജക്ട്സുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു MBBS വിദ്യാർത്ഥി പഠിക്കുന്ന 19 സബ്ജക്ട്സും എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും സബ്ജക്ട്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം എന്നതാണ് എന്ത് ചെയ്തേക്കുന്നത് ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ളത്. സോ ഇത് എന്താണ് നമ്മുടെ FMGL റെഗുലേഷനിലെ എന്താണ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള എനിക്ക് തോന്നുന്നു ഒരു 95% യൂണിവേഴ്സിറ്റികൾ മീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒള്ളി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരും. ആ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോർ ദാൻ 90% യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് തന്നെയാണ്. ദെൻ അടുത്ത് ഞാൻ ഈ B എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നോക്കുക, ഞാൻ മാറ്റി നിർത്തുകയാണ്. കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് B. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് Bയിൽ വരുന്നത്. ദെൻ നമുക്ക് Cയിലോട്ട് വരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, ഇവിടെ 1 ഇയർ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോ 1 ഇയർ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു, അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, ഇവിടുത്തെ പരീക്ഷ എഴുതി പാസ്സായി. ദെൻ ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് എന്താണ് സൗജന്യമായി 1 വർഷത്തേക്ക് ജോലി ചെയ്യണമെന്നൊരു കാര്യം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ എനിഹൗ നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എയ്തർ നെസ്റ്റ് ഇല്ല എങ്കിൽ എന്താണ് കമ്മീഷൻ നടത്തുന്ന വേറെ ഏതെങ്കിലും എക്സാം, എയ്തർ നെസ്റ്റ് ആവാം, FMG ആവാം, ഇനി അതിന്റെ പേര് മാറി വേറെ ഏത് എക്സാം ആയാലും എനിഹൗ ഒരു പരീക്ഷയുണ്ട്, ആ പരീക്ഷ നമ്മൾ പാസ്സാവണം എന്നുള്ളൊരു കാര്യം വെരി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറന്റ്ലി എന്താണ് വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി ഇവിടെ വന്ന് FMG എഴുതുന്നുണ്ട്. സെയിം ലൈക്കസ് ഇനി നെക്സ്റ്റ് വരികയോ ഇനി അല്ല വേറെ ഏതെങ്കിലും എക്സാം വന്നാലും എന്താണ് ആ എക്സാം നമ്മൾ പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, 1 ഇയർ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യണം. സോ കറന്റ്ലി ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് എക്സാം പാസ്സായതിനു ശേഷം 1 ഇയർ സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് ഈ നേരത്തെ, അതായത് 2021 മുന്നേ പോയി MBBS പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥികൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന FMGL ഗസറ്റിന് ശേഷം പോകുന്ന വിദ്യാർത്ഥികൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലോ യാതൊരു തരത്തിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഇല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന കണ്ടീഷനാണ് എന്താണ് B എന്ന് പറയുന്ന കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ B എന്ന് പറയുന്ന കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ്. അതായത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ്. ഒന്നുകിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തിലെ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ എന്ത് വേണം, രജിസ്ട്രേഷൻ വേണം. ഓർ അതർവൈസ് ഇതില്ല എങ്കിൽ അടുത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ കമ്പറ്റന്റ് ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദ റെസ്പെക്റ്റീവ് ജൂറിസെക്ഷൻ ഓഫ് ദി കൺട്രി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രി ഈസ് awarded and at par with the license to practice medicine given to citizen of that country എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയ്തർ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം, ഇനി രജിസ്ട്രേഷൻ കിട്ടാത്ത സാഹചര്യമാണ് എങ്കിൽ ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ്ങിന് എലിജിബിൾ ആവുന്ന ഡിഗ്രി ഏതാണോ ആ ഡിഗ്രി വേണം നമ്മൾ പഠിച്ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്ന പലരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥി ആ രാജ്യത്തിൽ ഫസ്റ്റ് ലൈസൻസ് കിട്ടണം, എന്നാൽ മാത്രമേ ഇവിടെ വന്നിട്ട് എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ എന്ന രീതിയിലുള്ള തെറ്റായ ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ ഇൻഫർമേഷൻസ് എന്താ പലരും എന്താണ് പറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ FMGL റെഗുലേഷൻ ഗസറ്റിലെ നമ്മൾ പഠിക്കുന്ന രാജ്യത്തിന്റെ ലൈസൻസ് ടു പ്രാക്ടീസ് നേടണം എന്നുള്ളൊരു കണ്ടീഷൻ എങ്ങും പറഞ്ഞിട്ടില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നമുക്ക് എന്ത് വേണം, ആ രാജ്യത്തിൽ നിന്ന് രജിസ്ട്രേഷൻ ലഭിക്കണം. അതായത് എന്താണ്, രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ മാത്രമാണ് അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്തിലെ പൗരന് ലൈസൻസ് ടു പ്രാക്ടീസിങ്ങിന് എലിജിബിൾ ആവുന്ന ഡിഗ്രി ഏതാണോ ആ ഡിഗ്രി പഠിച്ചിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് ഗെയിൻ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ എന്താണ് ലൈസൻസ് ടു പ്രാക്ടീസിന് ഇക്വലന്റ് ആവുന്ന ഡിഗ്രി ഏതാണ് ആ സെയിം ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ നോക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തിലുള്ള റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് എയ്തർ നെസ്റ്റോ ഇനി FMGO ഏതുമായിക്കോട്ടെ അതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇവിടുത്തെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ,
ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാത്ത സാഹചര്യമുണ്ട് എങ്കിൽ ദെൻ അടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ പൗരൻ അവിടെ എത്ര വർഷം പഠിച്ച് അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചിട്ടാണ് അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, ആ സെയിം കോഴ്സാണോ നമ്മൾ പഠിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, സോ ഈ ഒറ്റ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ എന്താണ് ഒരിക്കലും മാച്ച് ആവേണ്ട ആവശ്യമില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വിദേശ MBBS എന്താണ് കൊടുക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന മോർ ദാൻ 95% ഓഫ് ദ കൺട്രീസും എന്ത് കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഏതൊരു കൺട്രി എടുത്താലും രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം ലൈസൻസ് ടു പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം രണ്ടും രണ്ട് കൺസെപ്റ്റിൽ നിൽക്കുന്ന സാധനമാണ്. ശരിയല്ലേ? ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് രജിസ്ട്രേഷൻ കൊടുത്തു എന്നതുകൊണ്ട് ആ വിദ്യാർത്ഥിക്ക് അവിടെ ലൈസൻസ് ടു പ്രാക്ടീസ് അലോ ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ എങ്ങും വരുന്നില്ല. ലൈസൻസ് ടു പ്രാക്ടീസ് എന്ന് പറയുന്നത് എമിഗ്രേഷൻ ലോയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കൺട്രിയുടെ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഏതാണെന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ നിങ്ങൾ ജോർജിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ജോർജിയയിൽ NCAQE ആണ്. then ഉസ്ബക്ക് ആണെങ്കിൽ ഉസ്ബക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. അവിടെ സെപ്പറേറ്റ് ഒരു ബോഡി ഇല്ല. അപ്പോൾ ഏതാണ് നിങ്ങളുടെ എന്താണ് ലൈസൻസിങ് അതോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അതോറിറ്റി ഏതാണെന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൺസ് നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നം കഴിഞ്ഞു. ഈ പറയുന്ന പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് പ്രാക്ടീസിങ്ങും പോസിബിൾ ആണ്. സോ അപ്പോൾ MBBS അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ നിങ്ങൾ കേൾക്കുന്ന പല തരത്തിലുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്താണ് ന്യൂസസ് ഉണ്ട്. നിങ്ങൾ അതിൻ്റെ പുറകെ നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, എന്താണോ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടീഷൻസ് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടോ കാര്യം മാത്രം ചെക്ക് ചെയ്യുക. വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ എന്താണ് ഈ ഒരു FMG റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് പല തരത്തിലുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രചരണങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. FMG 1000 പേര് എഴുതിയാൽ 5 പേരെ ജയിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 100 പേര് എഴുതിയാൽ 2 പേരെ ജയിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമില്ല. FMG എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NBME ആണ്, അതായത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. നീറ്റിന്റെ എക്സാമിനേഷൻ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്ന സെയിം ഏജൻസി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, FMGന്റെ പരീക്ഷ നടത്തുന്നത്. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, NBMEന്റെ സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓരോ വർഷത്തെയും കൺട്രി ബേസ് ചാർട്ട് കിട്ടും. അതിനകത്ത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് പാസ് ഉണ്ട് എന്നുള്ള കാര്യം കാണും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നല്ല യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പോയി പഠിച്ചോളൂ. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശ MBBS പഠനം എന്ന് പറയുന്നത് ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വിദ്യാർത്ഥികളെ കൺഫ്യൂസ് ആക്കി അവരെ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റുഡൻറ്റിന് നീറ്റിൻ്റെ മാർക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് MBBS പഠിക്കണമെങ്കിൽ മിനിമം 75-80 ലക്ഷം അല്ലെങ്കിൽ 1-2 കോടിയൊക്കെയാണ് NRI കോട്ടയ്ക്കൊക്കെ മേടിക്കുന്ന കാശ്. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് പഠിക്കാനില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നെ അവർക്ക് ഡോക്ടറായി ആകണമെന്ന ആഗ്രഹം നിറവേറ്റാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയി MBBS പഠിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് NMC ഗസറ്റ് നിങ്ങൾ നോക്കുക, നല്ല FMG പാസിംഗ് റേഷ്യോ നോക്കുക. അത് കൂടാണ്ട് പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജസ് നോക്കുക. അത്തരത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പോകുകയാണെങ്കിൽ വേറെ യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പ്രോപ്പറായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ എന്തായാലും എന്താണ് MBBS അബ്രോഡ് രക്ഷകൻ തന്നെയായിരിക്കും, ഒരിക്കലും നിങ്ങളുടെ അന്തകനാവാനായിട്ട് പോകുന്നില്ല. സോ വിദേശ MBBS പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.